ശാലോം ടിവിയും തലശ്ശേരി അതിരൂപത KCYയും ചേർന്നൊരുക്കുന്ന യൂത്ത് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തിൻ്റെ സഭാത്മകവും സാമൂഹികവുമായ മാനങ്ങളെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ എപ്പിസോഡിലും നമ്മളതിൻ്റെ തുടർച്ച എന്നോളം അവരുടെ ജീവിതത്തിലെ പ്രകാരമാണ് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പിതാവിനോടൊപ്പം തങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുവാനും സഭ ആഗ്രഹിക്കുന്നത് വിവാഹത്തെക്കുറിച്ച് യുവജനങ്ങളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും അറിയുവാനുമായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പേരാവൂ സെൻറ്റ് ജോസഫ്സ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിലെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളാണ്. പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള യുവജനങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞൊരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ വിവാഹ ജീവിതം നേരിടുന്ന വെല്ലുവിളികളും മുന്നൊരുക്കമായിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഈ എപ്പിസോഡിൽ തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് സംശയങ്ങളുണ്ട്. അവരുടെ സംശയങ്ങൾ അഭിമന്യ പിതാവിനോട് ചോദിക്കാവുന്നതാണ്. എൻ്റെ പേര് ഐറിൻ, ഞാൻ +1 പഠിക്കുന്നു. ഇപ്പം ഭയങ്കര കോമൺ ആയിട്ട് എല്ലായിടത്തുള്ള പ്രശ്നമാണ് ഈ വീട്ടിലുള്ള അമ്മായിമ്മ പോരെന്ന് പറയുന്നത്. ഇപ്പം കോമൺലി നമ്മുടെ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ഒരു മക്കൾ 2 മക്കളൊക്കെ ഉള്ളൂ. അപ്പം ഭയങ്കര ഓമനിച്ച് വളർത്തിയ മോൻ്റെ അടുത്തേക്ക് പുതിയൊരാൾ കല്യാണം കഴിച്ച് വരുന്നു. അപ്പോൾ ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ഇതിൽ എന്തായാലും അമ്മായിമ്മയും മരുമോളും തമ്മിൽ വഴക്കുണ്ടാവും. അപ്പോൾ ഈ മോൻ അമ്മായിമ്മേൻ്റെ കൂടെ സ്വന്തം അമ്മേൻ്റെ കൂടെ നിൽക്കണോ, അതോ വിവാഹ വാഗ്ദാനം കൊടുത്ത് കൊണ്ടുവന്ന ഭാര്യേൻ്റെ കൂടെ നിൽക്കണോ എന്നിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതാണ് എൻ്റെ ഡൗട്ട്. ഐറിൻ ചോദിച്ചത് വളരെ പരമ്പരാഗതമായൊരു പ്രശ്നമാണ് കുടുംബജീവിതത്തിലെ അമ്മായിമ്മ മരുമകൾ പോരാട്ടത്തെക്കുറിച്ച്, അല്ലേ? ഈ ഐറിൻ്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഒരു കലഹം വരുമ്പോൾ ഭർത്താവ് അമ്മയുടെ ഒപ്പം നിൽക്കണമോ, മകളുടെ ഒപ്പം അല്ലെങ്കിൽ ഭാര്യയുടെ ഒപ്പം നിൽക്കണോ? എൻ്റെ അഭിപ്രായം ഭാര്യേൻ്റെ കൂടെ നിൽക്കണം എന്നാണ്. കാരണം അത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷെ എനിക്കത് കൺഫ്യൂഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായും ഐറിൻ പറഞ്ഞത് ശരിയാണ്. ഈ ദൈവവചനം ഇതേക്കുറിച്ച് എന്താ പറയുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, ഭാര്യയോ സ്വന്തം ജനത്തെയും പിതൃഗ്രഹത്തെയും വിട്ട് ഭർത്താവിനോട് ചേരും. ഇതാണ് ദാമ്പത്യം. ദാമ്പത്യത്തിൻ്റെ ഈ ഒരു അവിഭാജ്യ ബന്ധം അത് പരമപ്രധാനമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ഒരു ദൈവം യോജിപ്പിച്ച ബന്ധത്തിൽ മാതാപിതാക്കളും തടസ്സം നിൽക്കരുത്, സഹോദരങ്ങൾ തടസ്സം നിൽക്കരുത്. അവരുടെ ദാമ്പത്യത്തെ പരിപോഷിപ്പിക്കാനും വളർത്താനുമാണ് ബാക്കി എല്ലാവർക്കും ഉത്തരവാദിത്വം. പലപ്പോഴും ഈ അമ്മ മരുമകൾ ബന്ധങ്ങൾ വഷളാകുന്നതിൻ്റെ പിന്നിൽ പലപ്പോഴും ഈ ഭർത്താക്കന്മാരുടെ അറിവില്ലായ്മയും അവിവേകവും ഉണ്ടാവും എന്നാണ് ഇത്തരം പല വിഷയങ്ങളും കേട്ടതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഈ മകന് അമ്മയോടുള്ള ബന്ധവും ഭാര്യയോടുള്ള ബന്ധവും തികച്ചും വ്യത്യസ്തമായ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന അതേ സ്നേഹവും കരുതലും പരിഗണനയും ഒക്കെ വിവാഹ ശേഷവും മകൻ എന്ന നിലയിൽ അവന് കൊടുക്കാവുന്നതാണ്. അതേസമയം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സ്നേഹം അത് അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹമല്ലല്ലോ. അമ്മയെ സ്നേഹിക്കുന്ന പോലെ അല്ല ഭാര്യയെ സ്നേഹിക്കുന്നു. ആ വ്യത്യാസങ്ങൾ ശരിയാം വിധത്തിൽ മനസ്സിലാക്കാനും അത് വിവേചനത്തോടെ തിരിച്ചറിഞ്ഞ് നടപ്പിലാക്കാനുമുള്ള ഭർത്താക്കന്മാരുടെ കഴിവില്ലായ്മയാണ് പലപ്പോഴും ഈ അമ്മായിമ്മ പോരിൻ്റെ അടിസ്ഥാനം. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കാണ് എങ്കിലും ഇതിനകത്ത് യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ഈ മകൻ ഭർത്താവാണ്. ഇവൻ രണ്ടുപേരെയും
പരിഗണിക്കുന്നതിൽ, കരുതുന്നതിൽ വരുത്തുന്ന വീഴ്ചകളാണ് ഈ ഭിന്നതയ്ക്ക് കാരണം. അതുപോലെ തന്നെ മരുമക്കളും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ മകൻ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ 25 വയസ്സായി ഉണ്ടായവനല്ല. മറിച്ച് അവനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് ഇന്ന് കാണുന്ന രൂപത്തിൽ അവനെ വളർത്തിയെടുത്തത് ഈ അമ്മയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് അവനെ ശാസിക്കാനും അവനെ നേർവഴി പറഞ്ഞു കൊടുക്കാനും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഒക്കെ അമ്മയ്ക്കുള്ള അവകാശത്തെ മകളും മനസ്സിലാക്കും. ഇതെൻ്റെ ഭർത്താവാണ്, ഇനി ഇവൻ്റെ മേലെ അമ്മ അധികം സ്വാതന്ത്ര്യമൊന്നും കാണിക്കണ്ട, ഇനി ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ അമ്മയെ ചീത്ത വിളിച്ചില്ലെങ്കിൽ ഭർത്താവിനോട് സ്നേഹമില്ലാതെ നടക്കുന്ന മരുമക്കളുണ്ട്. അമ്മായിമ്മ എന്നോട് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ചേട്ടായി ചോദിക്കണം എന്ന് പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് അമ്മയെ തെറി വിളിപ്പിച്ചാൽ മാത്രമേ മനസമാധാനം കിട്ടൂ എന്ന മട്ടിൽ ജീവിക്കുന്ന ചില മരുമക്കളുണ്ട്, അല്ലേ? അതും അവിവേകമാണ്. അത് അവരുടെ പക്വതയില്ലാത്ത മനസ്സിൽ നിന്ന് രൂപം കൊള്ളുന്ന ചില പിടിവാശികളാണ് ഇവിടെയുമുള്ളത്. അതുപോലെ തന്നെ അമ്മായിമ്മമാരും തിരിച്ചറിയേണ്ട വിഷയമുണ്ട്. ദൈവം തൻ്റെ മക്കളെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അവരുടെ ജീവിതത്തെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വമാണ് പലപ്പോഴും മാതാപിതാക്കൾക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഈ കെട്ടിവന്ന പെൺകൊച്ചിൻ്റെ ഭാര്യയുടെ വീട്ടുകാരും ഇതിനകത്ത് ശ്രദ്ധിക്കണം. വീട്ടിൽ അമ്മായിമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ എന്നാൽ നീ വെട്ടിയെടുത്തിങ്ങ് പോരടി, അവിടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി, ഇനി അങ്ങോട്ടേക്കുള്ള പൊറുതി എന്ന് പറഞ്ഞ് എരുതിയിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന ചില മാതാപിതാക്കളുണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാവരും കൂടി തകർത്ത് കളയുന്നത് വാസ്തവത്തിൽ ആരുടെയാ? ഈ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതങ്ങളാണ് തകർത്ത് കളയുന്നത്. അതുകൊണ്ട് ഭർത്താവിൻ്റെ മാതാപിതാക്കളാകട്ടെ ഭാര്യയുടെ മാതാപിതാക്കളാകട്ടെ ഇത്തരം പ്രതിസന്ധികളൊക്കെ സ്വാഭാവികമാണ് മനുഷ്യ ജീവിതത്തിൽ. ഒരുമിച്ച് താമസിക്കുമ്പോൾ കാരണവന്മാർ പറയുന്നത് പോലെ ചട്ടിയും കലവാകുമ്പോൾ തട്ടുവും മുട്ടുവും ഒക്കെ ചെയ്യും. അത് ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. അതിനെ അത്രയേ എടുക്കാവുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഇത് വലിയ കലഹങ്ങളും ഭിന്നതകളുമായി മാറുന്നത്. ഇനിയും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയമാവുക. ഭാര്യയും ഭർത്താവും അമ്മായിപ്പനും അമ്മായിമ്മയും ഒക്കെ നല്ല ഒരു കൗൺസിലിങ്ങിന് വിധേയമായി ശരിയായ ഗൈഡൻസ്, എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങിലൂടെ അത് പരിഹരിച്ചെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ലൊരു ധ്യാനം കൂടി. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? ദൈവമാണല്ലോ യോജിപ്പിച്ചത്. അതുകൊണ്ട് ആ യോജിപ്പിക്കലിന് തടസ്സം നിൽക്കുന്ന പ്രശ്നങ്ങളെ മാറ്റിത്തരാൻ ദൈവം സദാ സന്നദ്ധനാണ്. ദൈവഹിതം ആരായാനും അന്വേഷിക്കാനും നിങ്ങൾ പരിശ്രമിക്കണം. ചിലതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കണം, ചിലതൊക്കെ കേട്ടില്ല എന്ന് വയ്ക്കണം, അല്ലേ? ചിലത് മറന്നു കളയണം, ചിലത് ക്ഷമിക്കണം. ഇപ്രകാരമേ ഏതൊരു ദാമ്പത്യവും ലോക ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കും. ഒരിക്കലും ഒരു ഐഡിയലായ ഭർത്താവ്, ഒരു ഐഡിയലായ ഭാര്യ, ഒരു ഐഡിയൽ അമ്മായിയമ്മ, ഐഡിയൽ അമ്മായിപ്പൻ, അതൊക്കെ സങ്കല്പങ്ങളിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യരാണോ? എല്ലാവർക്കും അവരുടേതായ കുറവുകൾ ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ, വാക്കുകളിൽ ഒക്കെ സംഭവിക്കാം. അതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും അത് ക്ഷമിക്കാനും ഒക്കെയുള്ള മനസ്സ് നമ്മൾ ആർജിച്ചെടുക്കും. പിന്നെ അവസാനമായിട്ട് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ ആൾ പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിൽ ആളോട് കലഹിക്കരുത്. അമ്മ പറഞ്ഞപ്പോൾ ഒരു വാക്ക് അല്പം പരുഷമായൊരു വാക്ക് പറഞ്ഞു. ആ വാക്കാണ് ആ അമ്മയെ അളക്കാനുള്ള അളവുകോല് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആ അമ്മ ജീവിതം കൊണ്ട് എന്തുമാത്രം ത്യാഗം ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ അമ്മ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഈ മകൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, അല്ലേ? അപ്രകാരം
നമ്മൾ ഒരു വാക്ക് പറഞ്ഞു, അത് അമ്മായിയമ്മയും മനസ്സിലാക്കേണ്ട. മരുമകള് ദേഷ്യം വന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ആ വാക്കിൻ്റെ പേരിൽ അവളോട് പിന്നെ ജമ്മത്ത് മിണ്ടാതെ നടക്കുന്ന, വർഷങ്ങളായി ഒരേ വീട്ടിൽ താമസിച്ചിട്ട് മരുമകളോട് മിണ്ടാത്ത അമ്മായിമ്മമാരുണ്ട്. വാസ്തവത്തിൽ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും വിഡ്ഢികളായ അമ്മമാരാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വാക്കൊന്നും അല്ലല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു വാക്കിൽ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളുടെ ജീവിതത്തെ എന്നേക്കുമായി നമ്മൾ വലിച്ചു കീറിക്കളയരുത്. മറിച്ച് അതൊക്കെ ക്ഷമിക്കാൻ പോരുന്ന വലിയ ഹൃദയം അമ്മമാർക്കുണ്ട് എന്നുള്ളത് അമ്മമാരും തിരിച്ചറിയണം. അപ്രകാരമുള്ള ഒരു തിരിച്ചറിവിൻ്റെയും തിരുത്തലിൻ്റെയും വഴികളിലാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ടത്. അതുപോലെ ഈ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്, അതുകൊണ്ട് അവരെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും. ഭാര്യയ്ക്ക് 10 ചുരിദാറും 20 സാരിയുണ്ട്, എന്നാലും അവൻ പോയി വീണ്ടും അത് മേടിച്ചുകൊണ്ട് വരും. അമ്മയ്ക്കാണെങ്കിൽ ഒരു വകയും മേടിച്ചു കൊടുക്കുകയില്ല. ഭാര്യയ്ക്ക് മേടിക്കുന്ന കൂട്ടത്തിൽ അമ്മയ്ക്ക് കൂടെ മേടിച്ചു കൊടുത്താൽ രണ്ടുപേരും സംതൃപ്തരായി, അല്ലേ? അപ്രകാരമുള്ള ഒരു കരുതല് പരസ്പരമുണ്ട് എങ്കിൽ ഈ പ്രതിസന്ധികളെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളത് മരുമകളും മനസ്സിലാക്കണം, അമ്മായിമ്മയും മനസ്സിലാക്കണം, ഭർത്താവും മനസ്സിലാക്കണം, അവരുടെ മാതാപിതാക്കളും മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തോട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് പിതാവേ. അതായത് ഇപ്പം ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് വരുന്ന ഒരു വീട്ടിൽ, അപ്പം ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പം എല്ലായിടത്തും മാരേജ് പ്രിഫറൻസ് കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ അമ്മായിമ്മമാർക്കും, അതായത് ഒരു മരുമകൾ കടന്നു വരുമ്പോൾ അവർക്കും ചെറിയ രീതിയിലൊരു ക്ലാസ് കൊടുക്കുന്നത് ഉപകാരപ്രദമാകൂലേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ? യെസ്. മോൻ്റെ പേരെന്നാ? അബിൻ പറഞ്ഞത് വളരെ നല്ലത്. അത് സഭ ഓൾറെഡി അത് ചിന്തിക്കുന്നുണ്ട്. വിവാഹ ഒരുക്ക കോഴ്സിൽ വാസ്തവത്തിൽ ഭാവി അമ്മായിമ്മമാരെയും അമ്മായിപ്പന്മാരെയും വിളിച്ച് അവർക്ക് വേണ്ടി അവസാനത്തെ ദിവസത്തെ ഒരു സെഷൻ മാതാപിതാക്കളെയും കൂടെ കൂട്ടിയിരുത്തിയാണ് പറഞ്ഞു കൊടുക്കുക. ഒരു മകള് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെ അവളെ സ്വീകരിക്കണം, എങ്ങനെ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, എങ്ങനെ അവരാരംഭിക്കുന്ന കുടുംബജീവിതത്തെ കൂടുതൽ ഭദ്രമാക്കാനും സന്തോഷപ്രദമാക്കാനും മാതാപിതാക്കൾക്ക് സഹകരിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ ഒരു ക്ലാസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഈ പിള്ളേർ തന്നെയാണ്, മമ്മിക്ക് സുഖമില്ല, മമ്മിക്ക് വയ്യ, നടക്കാൻ മേല, വണ്ടിയെ കയറാൻ മേല, പുലി പോലെ പാഞ്ഞ് നടക്കുന്ന അമ്മയായിരിക്കും, എന്നാലും ഇവിടെ കൊണ്ടുവരികയല്ല. അങ്ങനെ ഇരുന്നേച്ചിട്ട് ഈ ക്ലാസ് ഒന്നും കൂടാതെ പോയേച്ചിട്ട് അമ്മായിമ്മ മരുമകളുമായിട്ട് കുസ്തി പിടിക്കുമ്പോഴാണ് നീ നക്ഷത്രം ഉണ്ടെന്ന്. അതുകൊണ്ട് എല്ലാ യുവജനങ്ങളുടെയും മാര്യേജ് കോഴ്സിൽ വരുന്ന യുവജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ് അവരുടെ മാതാപിതാക്കളും കൂടി വന്ന് ഈ കോഴ്സ് കൂടി എന്നത് ഉറപ്പുവരുത്തുക. അതിലൂടെ നിങ്ങളുടെ കുടുംബജീവിതത്തെ കൂടുതൽ ഭദ്രമാക്കുകയാണ് ചെയ്യുന്നത് എന്നോർത്താൽ മതി. പിതാവേ, ഇപ്പം പറഞ്ഞ ഈ ചോദ്യത്തിൻ്റെ ഒരു ഉപചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. ചില സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിവാഹത്തിന് ശേഷം വധുവും വരനും കുറച്ച് നാളത്തേക്കെങ്കിലും വേറൊരിടത്തേക്ക് മാറി താമസിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. ഇങ്ങനെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള സഭയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? അതിനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ അതിനെ സഭ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പം മാതാപിതാക്കള് അവരാരോഗ്യമുള്ളവരാണ്, അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നവരാണ്. അതുപോലെ മക്കൾ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കായിട്ട് പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് അകലെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ ജീവിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്ന് മാത്രമല്ല, അത് കുറെ കൂടി ഐഡിയലാണ് താൻ. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്കും അവരുടെ ജീവിതം, അവർ നാളിതുവരെ ഈ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ്. അവരുടെയും ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ സ്നേഹപൂർണമായി മനസ്സിലാക്കാനും ജീവിത പങ്കാളിയെ കൂടുതൽ കരുതലോടെ സ്നേഹിക്കാനും ഒക്കെ മാതാപിതാക്കൾക്കും അങ്ങനെയുള്ള ഒരു ജീവിതം ഗുണം ചെയ്യും എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കുന്ന മാതാപിതാക്കൾ, മക്കളൊക്കെ വിദേശത്താണ്, അവർ ഫോൺ വിളിക്കുന്നതും കാത്തിരിക്കുന്നതാണ്. പക്ഷെ അവർ പറയാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇടയിലെ സ്നേഹം കുറെ കൂടി ആഴമുള്ളതായും പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞത് ഈ പിള്ളേരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയ ശേഷമാണ് എന്ന് പറയുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്.
അതൊരു വസ്തുതയാണ്. പക്ഷേ മാതാപിതാക്കളോട് മക്കൾക്കുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർക്ക് മടി വിചാരിക്കരുത്. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രായമായി, വയ്യാത്ത അവസ്ഥയായി, അവരെങ്ങനെയാലും ജീവിച്ചോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന മട്ടിൽ ചിന്തിക്കരുത്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ നമ്മൾ സന്നദ്ധരാകണം ആവശ്യം വരുമ്പോൾ. അതല്ലാത്ത സന്ദർഭങ്ങളിൽ മാറി താമസിക്കുന്നതിലോ മറ്റു കാര്യങ്ങളോ, അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ പാരമ്പര്യം, അങ്ങനെയാണ് അല്ലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ ചെറുക്കനെയും പെണ്ണിനെയും പറമ്പിൽ വേറൊരിടത്തൊരു വീട് വെച്ച് അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കുക. അത് പഴയ ഒരു പാരമ്പര്യമാണ് നമ്മുടേത്. അതിലൂടെ കുറേ ഭിന്നതകളും ആവശ്യമില്ലാത്ത അസ്വസ്ഥതകളും ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് സത്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ മാതാപിതാക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കുക, മക്കളും അതിനെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കിയെടുക്കുക. എന്നാൽ അപ്പനും അമ്മയ്ക്ക് ഏതാവശ്യം വരുമ്പോഴും വെളിപ്പാടകലെ മക്കൾ ഉണ്ടാവണം. വിദേശത്താണെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ ഭംഗം കൂടാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം മക്കൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി, നമ്മൾ പലപ്പോഴും വിവാഹത്തിന് മുൻപുള്ള കോഴ്സുകളും മാതാപിതാക്കന്മാർക്കും വിവാഹിതരാകാൻ പോകുന്നവർക്കൊക്കെ നടത്താറുണ്ട്. അതൊരു പരിധിവരെ കാര്യക്ഷമമായിട്ട് പോകാറുണ്ട്. അതിനുശേഷം പലപ്പോഴും ഇവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴായിരിക്കുമല്ലോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരിക. അപ്പോൾ നമുക്ക് എത്രമാത്രം കാര്യക്ഷമമായിട്ട് ഈ സഭാ സംവിധാനത്തിൽ അതിൽ ഇടപെടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഒരു വ്യക്തത വരുത്തിയത് നല്ലതായി. യെസ്, അത് അച്ഛൻ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു അജപാലന ആവശ്യമാണ്. പലപ്പോഴും കലഹം മൂത്ത് ഇനി ഒരിക്കലും ഒരുമിപ്പിക്കാൻ മേലാത്ത അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ വിഷയങ്ങൾ പലപ്പോഴും വൈദികരുടെ, അജപാലകരുടെ അടുക്കലെത്തുന്നത്. വാസ്തവത്തിൽ ഈ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു 10 വർഷത്തിൽ ഈ ദമ്പതിമാരെ അനുയാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് സഭ ചിന്തിക്കുന്നുണ്ട്. അത് പലപ്പോഴും അതിനുള്ള വഴി കണ്ടെത്തേണ്ടത് വൈദികരോ സിസ്റ്റേഴ്സോ മാത്രമല്ല. കാരണം അവർക്ക് കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും ഗൗരവം മനസ്സിലാകിയല്ല. വൈദികർ കുടുംബജീവിതം നയിക്കുന്നവരല്ലാത്തതുകൊണ്ട്. അതേസമയം മാതൃകാപരമായി കുടുംബജീവിതം നയിക്കുന്ന ഒരു 10-60 വയസ്സായ നല്ല ദമ്പതിമാരുണ്ട് ഇടവകൾ. അത്തരത്തിലുള്ള ദമ്പതിമാരുടെ ഒരു അക്കമ്പനിമെൻ്റ്, വാസ്തവത്തിൽ അവരുടെ ഒരു അനുയാത്ര ഈ പുതിയ നവവധുവിനും വരനും കൊടുക്കുമ്പോൾ അവർക്ക് കൺസൾട്ട് ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനും പോരുന്ന ഒരു ഗൈഡൻസ് കൊടുക്കാൻ പോരുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ പല രൂപതകളിലും ക്രമീകരിച്ചു കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ തലശ്ശേരി രൂപതയും ആ ഒരു വഴിയിൽ ചിന്തിക്കുന്നുണ്ട്. പ്രായമായവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മളിപ്പോൾ പല കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൗരവത്തിൽ സമീപിക്കേണ്ട ഒരു മേഖലയാണ് ഈ വിവാഹം കഴിഞ്ഞ ആദ്യ വർഷങ്ങളിൽ ഈ ദമ്പതിമാരുടെ ഇടയിൽ രൂപപ്പെട്ടു വരാനിടയുള്ള പ്രതിസന്ധികളെ പരിഹരിക്കാൻ, അവരെ അനുയാത്ര ചെയ്യാൻ. അത് വൈദികരും സന്യസ്തരും മാത്രമല്ല, ഈ രംഗത്ത് പരിണിതപ്രജ്ഞരായ ദമ്പതിമാരുടെ കൂടെ സഹായം തേടിക്കൊണ്ടുള്ള ഒരു അനുയാത്രാ സംവിധാനം ദമ്പതികൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നവർ പല രൂപതകളുണ്ട്. പലയിടത്തും ഇത് വിജയകരമായി നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് സഭയുടെ ഒരു പുതിയ അജപാലന മേഖലയായിട്ട് വളരേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അതായത് വിവാഹത്തിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മതി ഒരു കുഞ്ഞെന്ന ചിന്ത. അപ്പം എൻ്റെ കുടുംബത്തിൽ പോലും പലരിലും ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഒരു 2-3 വർഷം കഴിഞ്ഞ് മതി കുഞ്ഞ്, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളിലേക്ക് കടന്നു പോകുന്ന, അങ്ങനെ മതി എന്നൊക്കെ ഒരു ചിന്ത ഇപ്പോൾ കടന്നു വരുന്നുണ്ട് ഈ തലമുറയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് പിതാവിൻ്റെ ഒരു അഭിപ്രായം പറയാമോ? കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ യഥാർത്ഥ അവകാശം ദമ്പതികൾക്കാണ്. എത്ര കുഞ്ഞുങ്ങൾ വേണം, എപ്പോഴാണ് കുഞ്ഞുങ്ങളെ വേണ്ടത് എന്നുള്ളത്, അതിനെയാണ് 2ാം വത്തിക്കാൻ കൗൺസിൽ
ഉത്തരവാദിത്തമുള്ള മാതൃത്വവും പിതൃത്വവും, റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ചോദ്യമാണ്, കല്യാണം കഴിഞ്ഞ് 1 മാസമായി ഇവിടെ വിശേഷമൊന്നും ആയില്ലേ എന്നിങ്ങനെ ചോദിച്ച് ഇവരെ അസ്വസ്ഥമാക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട്. അതും ആവശ്യമില്ലാത്ത കാര്യമാണ്. അതിനകത്ത് അനാവശ്യമായി മറ്റാരും ഇടപെടേണ്ട കാര്യമില്ല. അവരുടെ കുടുംബജീവിതത്തിലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അവർക്ക് തീരുമാനമെടുക്കാം. പക്ഷേ ഇവിടെ സഭാപ്രബോധനം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. ഒരു കുടുംബ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നത് ദൈവമാണ്. ജീവന്റെ ഉടയവനായ ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണോ ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നത്, ആ സമയത്ത് ആ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള സന്നദ്ധത അവർക്ക് ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ ജനന സമയം ക്രമീകരിക്കാൻ സ്വാഭാവികമായ ജനനിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ സഭ എതിരല്ല. സ്വാഭാവിക ജനനിയന്ത്രണ മാർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സ്ത്രീക്ക് മാസത്തിലെല്ലാ ദിവസവും ഗർഭം ധരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീ ശരീരത്തിൽ ദൈവം ഒരുക്കിയ സൃഷ്ടി നടത്താനുള്ള സമയം, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനെയാണ് സ്വാഭാവിക ജനനിയന്ത്രണ മാർഗം എന്ന് പറയും. ആ മാർഗത്തിലൂടെ അവരുടെ കുഞ്ഞുങ്ങളുടെ ജനന സമയത്തെ ക്രമീകരിക്കുന്നത് സഭ അംഗീകരിക്കുന്നു. അതേസമയം കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇനി അഥവാ ജനിച്ച കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും ഒക്കെയും കുഞ്ഞുങ്ങളുടെ ജനന സമയത്തെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഗുരുതരമായ തെറ്റായിട്ട് തന്നെയാണ് സഭ അതിനെ കരുതുക. അത് കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നതാണ്. ജീവന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാത്തവരാണ് അത്തരം അബദ്ധങ്ങൾ കാണിക്കുക. കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ മതി എന്നവർ തീരുമാനിച്ചങ്ങ് ജീവിച്ചു തുടങ്ങി. 5 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ സമയത്തേക്കും ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകളും പ്രത്യേകതകളും മാറിയിട്ടുണ്ടാകും. പിന്നെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അവർ സർവമാന ചികിത്സകൾക്കും പോകുന്നതാണ്. പല ദമ്പതികളും ഈ കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്യുമ്പം പറയാറുണ്ട്, ആയ കാലത്ത് ഇതൊന്നും അതിൻ്റെ ആവശ്യമില്ല, കുറേ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞപ്പോൾ ഇത് കാര്യങ്ങളൊന്നും നടക്കാത്ത അവസ്ഥ വരികയും ചെയ്യും. ഇത് വളരെ ദുഃഖകരമായ അനുഭവമായി പല ദമ്പതികളും പങ്കുവയ്ക്കാറുള്ള കാര്യമാണ്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് അത് ജീവനിലേക്ക് തുറവിയുള്ളൊരു തീരുമാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കും. ദമ്പതികൾ തമ്മിൽ സ്നേഹിക്കുക, ആ സ്നേഹം ജീവനിലേക്ക് തുറവിയുള്ളതായിരിക്കും. സ്നേഹം ചൊരിയുക, ജീവൻ പകരുക, അതാണ് ദാമ്പത്യത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ ജീവനോട് തുറവിയില്ലാത്ത ദാമ്പത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് സഹകരിക്കാത്ത ദാമ്പത്യമാണ്. അതിനെ യുവജനങ്ങൾ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇത് പറയുമ്പോഴും കുഞ്ഞുങ്ങളുടെ എണ്ണം, അതുപോലെ അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അകലം, അതുപോലെ തന്നെ പല കാരണങ്ങളുണ്ടാകാം. ഒരു സ്ത്രീ ഗർഭധാരണത്തിന് അവളുടെ മനസ്സും ശരീരവും സജ്ജമാകേണ്ടതുണ്ട് ഗർഭം ധരിക്കുന്നതിന് വേണ്ടി. ആ കാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്തും മനസ്സിലാക്കിയും അവർ ഉത്തരവാദിത്വത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളെ സഭയും സമൂഹവും ബഹുമാനിക്കണം. ആവശ്യമില്ലാതെ അവരെ ഭാരപ്പെടുത്തരുത്. ഇതുവരെ ഒരു കൊച്ചായില്ല, 5-6 മാസമായല്ലോ, ഒരു കുഞ്ഞായില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദമ്പതികളുടെ പുറകെ നടന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംസ്കാരവും നമ്മുടെ നാട്ടിലുണ്ട്. അതും ശരിയായ ഒരു ശൈലിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിതാവേ, വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പറയുന്ന പോലെയാണ് ജീവൻ നൽകുക, ഒപ്പം സ്നേഹം പകർന്നു നൽകുക. അപ്പോൾ ഇന്നത്തെ ഈ ആധുനിക കാലത്ത് LGBTQ പോലുള്ള സമൂഹങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അവർ പൂർണ്ണമായിട്ട് എത്തുന്നില്ല. അപ്പോൾ അവയെക്കുറിച്ചുള്ള പിതാവിൻ്റെ അഭിപ്രായം? ഇതിനകത്ത് ഈ ഗേ ലെസ്ബിയൻ മാര്യേജുകളെ പരിശുദ്ധ കത്തോലിക്ക സഭ വിവാഹമായി അംഗീകരിക്കുന്നില്ല.
അത് നമ്മൾ മനസ്സിലാക്കണം. അത് അവരോട് സഭയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവരെ സഭ വളരെ പ്രത്യേകമായി കരുതലോടെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവരെ ആ അവസ്ഥയിൽ നിന്ന് സ്വാഭാവികമായ ജീവിതശൈലിയിലേക്ക് വളരാൻ സഹായിക്കാൻ സഭ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാനും സംലഭ്യമാക്കാനും സന്നദ്ധമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആരും ജന്മന ഗേ ആയിട്ടോ ലെസ്ബിയനായിട്ടോ ജനിക്കുന്നില്ല. ഇതുവരെ ഒരു ശാസ്ത്രവും അത് തെളിയിച്ചിട്ടുമില്ല. അത് വെറുതെ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്ന ചില അവിവേകങ്ങളാണ്. ഒരാൾ ജന്മന സ്വവർഗ രതി ഇഷ്ടപ്പെടുന്നയാളാണ്, അങ്ങനെ ആരും ജനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് അവരുടെ ഏർലി ചൈൽഡ്ഹുഡിലെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സെക്ഷുവൽ ഓറിയന്റേഷൻ, ഒരു ലൈംഗിക ആഭിമുഖ്യം ഒരേ വർഗത്തിൽപ്പെട്ടവരോട് തോന്നാം. അത് സംഭവിക്കാം. അത് അവരുടെ കുറ്റമൊന്നുമല്ല. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ അവരെ ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഒരു സ്വാഭാവിക ലൈംഗിക ആഭിമുഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പല ഗവേഷണങ്ങളും സഭയിൽ നടന്നിട്ടുണ്ട്, വൈദ്യശാസ്ത്രത്തിൽ നടന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഏറ്റവും ആധികാരികമായ പല പഠനങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. അവിടെ നടന്ന പഠനങ്ങളൊക്കെയും തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള ലൈംഗികമായ വ്യത്യസ്ത ആഭിമുഖ്യങ്ങളെ അവരെ ശരിയായ രീതിയിൽ കൗൺസിലിങ്ങിലൂടെ അക്കമ്പനി ചെയ്ത് അവരെ സ്വാഭാവിക ലൈംഗിക ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ്. ഇനി അഥവാ അവർക്ക് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന നിർബന്ധ ബുദ്ധിയോടെ അവർ തീരുമാനമെടുത്ത് ജീവിക്കുന്നത് അവരുടെ ഇഷ്ടം. സഭ അതിനെ വിധിക്കുന്നില്ല. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ഹൂ ആം ഐ ടു ജഡ്ജ് ദം എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അവരെ വിധിക്കാൻ ഞാൻ ആരാണ്? സഭ അവരെ വിധിക്കുന്നില്ല. പക്ഷേ അവരുടെ ആ ജീവിതം വിവാഹമെന്ന കൂദാശയല്ല എന്ന് സഭ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയും. അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു ജീവിതമല്ല എന്ന് തന്നെ സഭ അതിനെ വ്യക്തമായും കൃത്യമായും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിവാഹ ജീവിതത്തിനും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും മാത്രമല്ല, അതിൽ തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കന്മാരും അവരുടെ സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ എപ്രകാരം ഇവരുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ഇനിയും സംശയങ്ങൾ ബാക്കിയുണ്ട് വിവാഹത്തെക്കുറിച്ചും ഒരു വിവാഹ ജീവിതം എപ്രകാരം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ. അതിനെക്കുറിച്ച് വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനായിട്ട് നമ്മളോടൊപ്പം ആയിരുന്ന അഭിയന്ത പിതാവിനും പേരാവൂരിലെ പ്രിയപ്പെട്ട യുവജനങ്ങൾക്കും ഏറെ സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു.